ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ എന്താണ് യൂറിക് ആസിഡ്, എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് യൂറിക് ആസിഡ് കൂടുക, സേഫായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. 80 മുതൽ 90% വരെ യൂറിക് ആസിഡ് കൂടുതലുള്ളവരില്ല, അതായത് ഹൈപ്പർ യൂറിസീമിയ. ഇത് ഏതാണ്ട് 6.8 കൂടുതലിനെയാണ് നമ്മൾ പറയുക. സ്ത്രീകൾക്കാണെങ്കിൽ 6 മില്ലിഗ്രാം, പുരുഷന്മാരിൽ 7 ആണ് നമ്മൾ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുക, അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലെന്ന് പറയുക. ഇതിൽ 80-90% ആൾക്കാർക്കും സിംറ്റംസ് കാണില്ല. അപ്പം ഇന്നത്തെ വിഷയം എപ്പോഴാണ് യൂറിക് ആസിഡ് പരിശോധന ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് ചികിത്സ വേണ്ടത്. പ്രധാനമായിട്ടും യൂറിക് ആസിഡ് കൂടിയാൽ സംഭവിക്കുന്നത് ഒന്ന് ഗൗട്ട് എന്നാൽ ജോയിൻസിൽ യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസ് ഫോം ചെയ്ത് അവിടെ അതിശക്തമായ വേദന, നീരുണ്ടാകുന്നതാണ്. ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോയിൻറ്റ് തള്ളവിരലിൻ്റെ ഭാഗത്താണ്, കാലിൽ. അതിനുശേഷം മറ്റ് ജോയിൻസിലും വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജോയിൻ്റ് അറ്റാക്കിൻ്റെ പേരാണ് ഗൗട്ട്. ഇപ്പോൾ ഗൗട്ട് സംശയിക്കുന്ന ആൾക്കാർക്ക് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യണം. 2, വൃക്കയിലെ കല്ലുകളുടെ ഒരു കാരണം യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണ്. അപ്പോൾ വൃക്കയിൽ കല്ലുള്ളവർക്ക് യൂറിക് ആസിഡ് നോക്കണം. പിന്നെ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, കിഡ്നി വഴിയാണ് യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കിഡ്നി ഡിസീസ്, അതായത് വൃക്ക രോഗമുള്ളവർക്ക് യൂറിക് ആസിഡ് കൂടിയ യൂറിക് ആസിഡ് വൃക്ക രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതിനാൽ കിഡ്നി രോഗമുള്ളവർക്ക് അല്ലെങ്കിൽ വൃക്ക രോഗമുള്ളവർക്ക് യൂറിക് ആസിഡ് നോക്കണം. പിന്നെയുള്ളത് ഡയബറ്റിസ്, അമിതവണ്ണം, ഹൈപ്പർ ടെൻഷൻ. ഇത് 3 ഉള്ളവരിൽ മറ്റുള്ളവരേക്കാൾ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെയുള്ളത് മെറ്റബോളിക് സിൻഡ്രോം. അത് പ്രമേഹമില്ല, പക്ഷേ ഷുഗർ കുറച്ച് കൂടുതൽ, ഫാസ്റ്റിംഗ് ഷുഗർ നോർമലിൽ കൂടുതൽ, ബ്ലഡ് പ്രഷർ കൂടുതൽ, പിന്നെ ട്രൈഗ്ലിസറൈഡ് കൂടുതൽ, കൊളസ്ട്രോൾ കൂടുതൽ, ഇങ്ങനെയുള്ള കണ്ടീഷനാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അങ്ങനെയുള്ളവർക്കും യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ക്യാൻസർ സെല്ലുകൾ കീമോതെറാപ്പി കൊടുക്കുമ്പോൾ നശിക്കുകയും അതിൽ നിന്നും യൂറിക് ആസിഡ് കൂടുകയും ചെയ്യും. അപ്പം കീമോതെറാപ്പി ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് മുമ്പും അതിന് ശേഷവും യൂറിക് ആസിഡ് നോക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, അപ്പം ആവശ്യമില്ലാതെ എല്ലാ കേസുകൾക്കും എല്ലാ രോഗത്തിനും യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത്, നമ്മൾ യൂറിക് ആസിഡ് കൂടിയാൽ എപ്പോഴാണ് ചികിത്സിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, മജോറിറ്റി 80-90% ആൾക്കാർക്ക് യാതൊരു സിംറ്റവും കാണില്ല. അപ്പം ഗൗട്ടാണ് എന്ന് സംശയിക്കുന്നവർക്ക്, അതായത് ഗൗട്ടിൻ്റെ ലക്ഷണമുള്ളവർക്ക് 1, 2 അതിലധികമോ പ്രാവശ്യം ഗൗട്ട് വന്നിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചികിത്സിക്കാം. 1 പ്രാവശ്യം മാത്രമേ ഉള്ളെങ്കിലും അതികഠിനമായ വേദന ഉള്ളവർക്ക് ആ രോഗത്തിൻ്റെ തീവ്രതയനുസരിച്ച് ചികിത്സിക്കും. ലക്ഷണങ്ങളൊന്നും ഇല്ല എങ്കിലും യൂറിക് ആസിഡ് ലെവൽ 9-ൽ കൂടുതലാണെങ്കിൽ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അവർക്കും ചികിത്സിക്കും. പിന്നെ കിഡ്നി സ്റ്റോൺ, യൂറിക് ആസിഡ് മൂലമുള്ള കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ അവർക്കും വേണം. പിന്നെ ഗൗട്ടുള്ള ആൾക്കാർക്ക് ചിലർക്ക് ടോഫി എന്ന് പറയും, അതായത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ, ദേശം ചെവിയിൽ, ഈ ടെൻഡനുകളിൽ യൂറിക് ആസിഡിൻ്റെ ചെറിയ ഡെപ്പോസിറ്റുകൾ വന്ന് അതിനാണ് നമ്മൾ ടോഫി എന്ന് പറയും. അങ്ങനെയുള്ള സന്ധിവാതമുള്ളവർക്കും ചികിത്സ വേണം. പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, കിഡ്നിയുടെ രോഗങ്ങളുള്ളവർക്ക് നമുക്ക് യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ ചികിത്സ നൽകാറുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്, ലക്ഷണങ്ങളില്ലെങ്കിൽ യൂറിക് ആസിഡ് 9-ൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ചികിത്സ ആവശ്യമുള്ളൂ. അതിന് കാരണം
അവർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ 3 സെഷനിലായിട്ട് എന്താണ് യൂറിക് ആസിഡ്, എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ എപ്പോഴാണ് ചികിത്സിക്കേണ്ടത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. Stay tuned for further sessions. Thank you.